ദൈവത്തിന്റെ സഹായം കൂടാതെ മനുഷ്യന് നന്മ ചെയ്യാൻ പറ്റുകയില്ല. ഇതൊരു വചന സത്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പഴയ നിയമത്തിൽ കൽപ്പനകൾ നൽകപ്പെട്ടത്? പഴയ നിയമത്തിൽ കൃപയില്ല, നിയമമാണുള്ളത്, കൽപ്പനകളാണുള്ളത്. നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കണം, കൽപ്പനയാണ്. ഈ നിയമം പാലിക്കാൻ പറ്റുമോ? നമുക്കത് പാലിക്കാം. ഇനി നീ വിശുദ്ധിയിൽ ജീവിക്കണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കുക. കൽപ്പനയാണ്, നിയമമാണ്. നീ വ്യഭിചാരം ചെയ്യരുത്. പക്ഷേ മനുഷ്യൻ അവൻ തന്നെ വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നന്മയും ചെയ്യാൻ പറ്റുന്നില്ല. പാപം ചെയ്യാതിരിക്കാൻ പറ്റാത്ത മനുഷ്യനോട് എന്തിനാണ് നിയമം നൽകിയത് എന്നതിന്റെ വിചിന്തനം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആ നിയമം ഒരു കണ്ണാടിയാണ്. എന്തിനുള്ള കണ്ണാടി? എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ആരാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടിയാണ് ഈ നിയമം. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അപ്പോൾ ഈ നിയമം എനിക്ക് പാലിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ പാപിയായി തീർന്നിരിക്കുന്നു എന്ന് അവബോധമുള്ള മനുഷ്യൻ കുരിശിലേക്ക് ഓടിയെത്തണം. അങ്ങനെ മനുഷ്യൻ തന്നിൽ തന്നെ കഴിവുകളില്ല, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, പാപം ചെയ്തവനാണ്, എനിക്ക് പാപ പരിഹാരമായി കുരിശിൽ അർപ്പിക്കപ്പെട്ട ബലിയിൽ മാത്രമാണ് എന്റെ ആശ്രയം എന്ന ബോധ്യത്തോടുകൂടെ മനുഷ്യൻ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശിലേക്ക് ഓടിയെത്തുന്നതിന് വേണ്ടിയാണ് പഴയ നിയമത്തില് നിയമം നൽകിയതെന്ന് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, ഈശോയേ. അതാണ് പൗലോസ് പറയുന്നത്, നിയമത്തിന് നിന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. അല്ലേ, വായിച്ചിട്ടില്ലേ? നിയമത്തിന് നിന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. നിന്നെ രക്ഷിക്കാനുള്ള കഴിവുള്ളതാർക്കാണ്? നീ എങ്ങോട്ടോടണം? ഈശോ മിശിഹായുടെ കുരിശിലേക്ക് ഓടണം. കാരണം അവിടെ നിന്നാണ് നിനക്ക് കൃപ കിട്ടുന്നത്. ഹല്ലേലൂയ.